ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ ഉണ്ടാക്കുന്ന ചേച്ചിയാണ്. ചേച്ചീൻ്റെ അസിസ്റ്റൻ്റായിട്ട് ധനിയിലോട്ട് അത് കപ്പയാണ്. കപ്പ ഉണ്ടാക്കാൻ പോവാ. കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോണേ. ഓ, എന്നാ ഉണ്ടാക്കിയിട്ട് വരാ പറയും. തോല് പൊളിച്ച ഉള്ളിയൊക്കെ വൃത്തിയായിട്ടുണ്ടോ നോക്കുകയാണ് അസിസ്റ്റൻ്റ് അവിടെ ഇരുന്നിട്ട്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും അറിയില്ലല്ലോ. ചേച്ചി ആ നേരം കൊണ്ട് ഉരുളിയൊക്കെ വെച്ച് അതിൽ തേങ്ങയൊക്കെ വറുക്കുന്നുണ്ട്. തേങ്ങ നന്നായിട്ട് വറുത്ത് തരണം. നീലും എന്താ ഉണ്ടാക്കുന്നത്? കപ്പ ഇതൊരു ഭാഗത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും വറുത്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഈ ഉള്ളീനെ ഒന്ന് ശരിപ്പെടുത്തി എടുക്കാനുണ്ട്. അപ്പം അതേ ഉരുളി തന്നെ നമ്മൾ അടുപ്പിൽ വെക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടുക. പിന്നെ അതിൻ്റെ ഒപ്പം കറിവേപ്പിലയും മുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് വേണം നമുക്ക് ഈ ഉള്ളീനെ ഇടാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതൊന്ന് മൂപ്പായി വരുമ്പോഴാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. ഉള്ളി ഇതാ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കണം. നേരത്തെ ബീഫും കപ്പയൊക്കെ വേറെ വേറെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ വേവിച്ച് വെച്ച കപ്പ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഏകദേശം ഇതാ എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ അതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൂടെ നിർത്തിയ അസിസ്റ്റൻറ്റിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അവിടെ ABCD ചൊല്ലിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതാ നീലു ഇനി പറയാൻ തേങ്ങ ഇടുന്ന കാര്യം. കപ്പ ബിരിയാണി റെഡി ആയ നീലു ഇല്ലേ? വീണാലും നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ ബിരിയാണി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക. കുറച്ച് ലൂസ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കാം. ഇത് കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. ഇനി നമുക്കിത് പാത്രത്തിലേക്കാക്കി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പറാണോ? അടിപൊളി. തിന്ന് കഴിക്ക്. അമ്മ നേരെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഓക്കെ, ബായ്. ഞാൻ പോയി കപ്പ ബിരിയാണി ആയിക്കട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.